ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോതിരണിയിച്ചതിന് ശേഷം മാത്രം പരസ്പരം നോക്കുന്ന രണ്ടുപേർ. എൻഗേജ്മെന്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം എനിക്കിതൊന്ന് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ. ആളുകളുടെ കമന്റ്സ് എന്താന്ന് നോക്കാലോ. പ്രത്യേകിച്ച് എന്ത് കമന്റ്സ് ഉണ്ടാവാനാ? കുറെ ആളുകൾ അതിന്റെ പേരിൽ പാരമ്പര്യവാദത്തിനെ തള്ളി പറയും. കുറെ പേര് നല്ലതാണെന്നും പറയും. കുറെ കഴിയുമ്പോ അവര് തമ്മിൽ അടിക്കുകയും ചെയ്യും. അത്രല്ലേ ഉള്ളൂ. ആർ യു റെഡി? അവസാന വാക്ക് മമ്മിയുടേതല്ലേ? ഓക്കെ ആണോ നോക്ക്. യെസ്, ആസ് ഓൾവേസ് യു ആർ ലുക്കിംഗ് ലൈക്ക് എ പ്രിൻസസ്. അപ്പൊ ശരി, നടക്കട്ടെ. മമ്മി അവിടുത്തെ കാര്യങ്ങൾ എന്തായി നോക്കട്ടെ. സിനി വാ. എന്താ സിത്താരെ? മുറി തുറന്നു കിടന്നിരുന്നോണ്ട് വെറുതെ കയറി നോക്കിയതാ. ഇവരാരൊക്കെ? ഇത് പണ്ട് കാലത്ത് മരിച്ചുപോയവരുടെ ഛായാചിത്രങ്ങളും ഫോട്ടോയും ഒക്കെ നിർബന്ധമായിട്ടും വെക്കുമായിരുന്നല്ലോ. എല്ലാം കാരണവന്മാര് ചെയ്തതാ. പക്ഷേ സ്ത്രീകളുടെ ചിത്രം മാത്രമേ ഉള്ളല്ലോ. മരിച്ചുപോയ പുരുഷന്മാരുടെ ഫോട്ടോയൊക്കെ അത് ഇവിടെ തന്നെ വേറെ മുറിയിലുണ്ട്. മരണത്തിൽ പോലും ആൺ പെൺ വ്യത്യാസം അല്ലേ? ഇവരൊക്കെ ഈ പ്രായത്തിലാണോ മരിച്ചത്? അങ്ങനെയൊന്നുമില്ല. പലരുടെയും ചിത്രം പല പ്രായത്തിലാണല്ലോ വരയ്ക്കുന്നതും എടുക്കുന്നതും ഒക്കെ. സിത്താര വരൂ, അവിടെ മുഹൂർത്തത്തിന് സമയമായി. ഈ മുറിയിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഇവിടെ മാത്രം തറയ്ക്ക് വല്ലാത്തൊരു തണുപ്പ്. അടച്ചിട്ടിരിക്കുന്ന മുറിയായിട്ട് പോലും കാറ്റൊക്കെ വന്ന് പൊതിയുന്ന പോലെ. എന്താ അത്? അത് സിത്താരയ്ക്ക് വെറുതെ തോന്നുന്നതാ. തറവാട് വീടുകളെ കുറിച്ച് പലതും കേട്ടും മനസ്സിൽ വെച്ചിട്ടാ. സിത്താര ചെല്ല്, വാ. ഈശ്വര, കാതമോൾക്ക് അപകടമൊന്നും വരുത്തല്ലേ. എന്തൊരു ഉറക്കമായിരുന്നു നന്ദേട്ട ഇന്നലെ. നേരം വെളുത്തിട്ട് പോലും എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. അതെടോ, വല്ലാത്തൊരു സമാധാനമായിരുന്നു ഇന്നലെ രാത്രി. സർപ്പുകളും പൂജയെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനി ആ ദൈവങ്ങളെല്ലാം നവീന് കാവലായിട്ടുണ്ടാവും. അതിനുശേഷം ഭക്ഷണം എന്താണോ? അയ്യേ, ഇതെന്തോന്നു സാറേ? ഇതാണോ കല്യാണ നിശ്ചയത്തിനുള്ള വേഷം? ഇതിനെന്താ കുഴപ്പം? എന്റെ പൊന്നു സാറേ, ഇത്രയും വലിയൊരു തറവാട്, ഇന്നലെ സർപ്പക്കാവും സർപ്പം തൊഴിലും ഒക്കെ നടന്ന ഒരു അന്തരീക്ഷം. ഇതിനിടയ്ക്ക് സാറി കോട്ടുസൂട്ട് ഇട്ടപ്പോ ഈ മോരുമുതിര പോലെ അങ്ങനെ ഒരു ചേരായ്മ. എടോ, വന്നു നിൽക്കുന്ന തറവാട്ടിലാണെങ്കിലും ഞാൻ നവീൻ ഗോപാൽ വർമ്മ തന്നെയല്ലേ. എനിക്കിത് മതി. അത് പോരാ. നീ എന്താടാ ബിസിനസ് മീറ്റിംഗിന് പോവാണോ? മാണിക്കുഞ്ഞെ, മുണ്ടും ഷർട്ടും ഒക്കെ പെട്ടിലിരിപ്പില്ലേ? അതെത്ര വേണേലും ഉണ്ട്. മുത്തശ്ശി, അതിന്റെ ഒന്നും ആവശ്യമില്ല.